വോട്ടിംഗ് മെഷീനെ കുറിച്ച് അല്പകാര്യങ്ങൾ മനസ്സിലാക്കാം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പൊ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് 1982 ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. ഇന്ത്യയിൽ ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് 1982 കേരളത്തിലെ പരവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വേഗത്തിലാക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനുമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നത്.